ഹായ് മക്കളെ, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഗ്രൂപ്പിലും അതിലൊക്കെ കുട്ടികൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വീഡിയോസ് നമ്മളങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാറില്ല. ഇനിയിപ്പോൾ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. എക്സാമിന് 1 മന്ത് കഷ്ടിച്ച് വരുന്നുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ച് തുടങ്ങേണ്ടത് എങ്ങനെയാണ്, അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ടൈം ടേബിൾ ഇങ്ങനെയാണ്. 19-ാം തീയതി ഫെബിൽ 19-ാം തീയതി ബിസിനസ് എൻവയോൺമെൻറ്റ് പോളിസി, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് CG കോർപ്പറേറ്റ് ഗവർണൻസ് ബിസിനസ് എത്തിക്സ്, പിന്നെ വരുന്നത് QT, ദെൻ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, പിന്നെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മൾ BComന് പഠിച്ചത് വെച്ച് എഴുതാം അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് BComന് പഠിച്ചത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് അതെന്താണ്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ സംഭവം അങ്ങനെ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. അതിൻ്റെ പോളിസീസ്, ഇയേഴ്സ്, ഇവല്യൂഷൻസ്, പിന്നെ നമ്മൾ കേൾക്കാത്ത ഫെമ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവർണൻസും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ബേസിക് ഒന്നുമല്ല. QT ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. നമ്മൾ അപ്പോൾ പഠിച്ചത് ലൈക്ക് വെറും ബേസിക് മാത്രമാണ്. ഇപ്പോഴാണ് കളി. അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വേറെ യൂണിവേഴ്സിറ്റീസ് പഠിക്കുന്ന പോലെയല്ല, കാലിക്കറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, നമ്മളത് ഓപ്പണായിട്ട് പറയണമല്ലോ. സോ നമ്മൾ ഈ ഒരു കുറഞ്ഞ ഒരു മൊമെൻറ്റിൽ, സമയമില്ലാത്തൊരു ഇതിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ആ ഒരു പോയിൻ്റാണ് ആലോചിക്കുക. നിങ്ങൾ എങ്ങനെ പഠിച്ച് തുടങ്ങണം, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിൽ ഒരുപാട് മക്കളുണ്ടാവും. കാരണം പലരും വർക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മളുടെ ഇവിടെ അഡ്മിഷൻ എടുത്തവർ കുറേ പേര് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കാര്യം എനിക്കറിയാം. നമ്മൾ സുഖമായിട്ട് പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഡെയിലി പഠിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. പരീക്ഷ വരുന്നു അറിയുന്നു, ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ടച്ച് ഇല്ല. അതായത് ടച്ച് പോയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അപ്പം തന്നെ എടുക്കുന്നവർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് പോവുക, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുത്തു വെക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇപ്പോൾ ഈ ഒരു കാണുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പറാണ്. ഇപ്പോൾ ഇതിലത്തെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും എടുത്ത് സൂക്ഷിച്ച് വെക്കണം. ഒരു 5 വർഷത്തെങ്കിലും നമ്മൾ എടുത്ത് വെക്കണം. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 വർഷത്തിലത്തെ ക്വസ്റ്റ്യൻസ് മേ ബി റിപ്പീറ്റഡ് ആയിട്ട് വരും. അതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല, നിങ്ങൾക്കറിയാലോ. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം, വീഡിയോ ആക്കി ഇടണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടും, പിന്നെ നമുക്ക് വേറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിവിടെ ഇട്ടിട്ട് അതിന് പോകുന്ന കാരണം കൊണ്ടാണ് വീഡിയോസ് പ്രോപ്പറായിട്ട് വരാത്തത്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വെബ്സൈറ്റിലും കുറച്ച് വരുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പഠിച്ചു തുടങ്ങാം. നമുക്ക് വായിച്ച് ഐഡിയ ഉണ്ടാക്കുക. പിന്നെ ഒരു ടെക്സ്റ്റ്, നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വേണം. ഇപ്പോൾ എന്താണ് അബ്ദുൽ അസീസ് കോറോത്തിൻ്റെ ബുക്സ് ആയിരിക്കും കുറേ പേര് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുക്കുകളൊക്കെ ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവും. അതേ കണ്ടപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 2 വെയിറ്റേജിൻ്റെ 4 ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞു. അതിൽ ഫെമയുണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്, പ്രൈവറ്റൈസേഷൻ, അങ്ങനത്തെ. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത സംഭവങ്ങളാണ്. അതായത് നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ബട്ട് വായന ഇല്ലാത്ത പക്ഷം നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾ ഇതിന് മുൻപ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും അതും കൂടെ ഒന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ MComൻ്റെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിലും വേറെ ഇപ്പോൾ MA എക്കണോമിക്സ് അങ്ങനത്തെ വേറെ സബ്ജക്ട്സ് ആണെങ്കിലും നിങ്ങളുടെയും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ പഠിക്കണം. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക്, ഡിസ്റ്റൻസുകാരുടെ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അബ്ദുൽ അസീസ് കോറത്തിൻ്റെ ഒക്കെ നമ്മൾ ബുക്ക് സ്റ്റാൾസിൽ കിട്ടും, അത് വാങ്ങുക. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ടെക്സ്റ്റ് ബുക്കും PDF നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേറെ ഒരു പബ്ലിഷറിൻ്റെ ബുക്ക് വാങ്ങിക്കോളാം. ഫസ്റ്റ് നമ്മൾ ഒരു ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യണം. ആ ബുക്ക് നമ്മൾ യൂട്യൂബ് മാത്രം നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ ബുക്സ് വേണം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ് നിങ്ങൾ എഴുതി വെക്കണം.
പിന്നെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരമാവധി കളക്ട് ചെയ്യുക. ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇടാം ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ കിട്ടും, നോക്കി എടുത്താൽ മതി അതിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ ബാക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ ബേസിക് ആയിട്ട് തോന്നുമെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളെടുത്ത് ചോദിക്കാൻ പോകുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറക്കാണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ QT പ്രോബ്ലം ആണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അതിൽ തിയറി നോക്കൂ. തിയറി കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാം. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാവലാണല്ലേ. അപ്പോൾ പാസ്സാവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുഞ്ഞു ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവും. പിന്നെ അത് നോട്ട് എഴുതി തുടങ്ങുക. ഇപ്പോൾ ഇതുവരെ ആർക്കും നോട്ടും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ, ടെക്സ്റ്റിൽ കുത്തി വരച്ചും എക്സാം പോയിന്റ് വായിച്ച് പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. നിങ്ങളൊരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങി അതിൽ മാർക്ക് ചെയ്ത് പോവുക നിങ്ങൾ പഠിച്ചത്. റിവൈസ് ചെയ്യുക. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ചെയ്യുക. അപ്പോൾ ഞാനിത് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനും കൂട്ടത്തിൽ നിങ്ങളുടെ പഠനം കഴിയും. ഇതോട് കൂടി തന്നെ ഒരിതെടുത്തിട്ട് അതിലത്തെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇതുപോലെയൊക്കെ എഴുതി വയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പഠനം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇടും. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ലാഗില്ലാണ്ട് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ഞാനിതൊക്കെ വെറുതെ എഴുതി വെച്ചിട്ട് പോസ്റ്റ് ചെയ്യേണ്ടുന്നൊരു കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ കോപ്പപ്പ് ചെയ്ത് പഠിച്ചു പോവുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെന്താണ്, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലോ എന്തിട്ടില്ലെങ്കിലും ഞാൻ അയച്ചു തരാം. ഇതിൻ്റെ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതൊന്ന് നോക്കുക. എങ്ങനെ പഠിച്ചു തുടങ്ങണം ഒരു ഐഡിയയാണ് ഞാനിന്ന് ഇതിൽ കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടിന് കുറേ പേരുണ്ട്. നമുക്കൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിലൊരുപാട് പേരുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെ മുന്നേറാം. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ച് എന്തായാലും എല്ലാവരും പാസ്സാക്കാന്നുള്ളൊരു എയിമാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.